അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി കാറിന്റെ പുറത്തു നിന്നുള്ള ഞങ്ങളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ജസീമേ? ഈ ഫസ്റ്റ് ടൈമല്ലേ നമ്മളെ ഇതിലേക്ക് വരുന്നത്? എന്താ എക്സ്പീരിയൻസ്? നമ്മൾ തുടങ്ങാൻ പോവാണ് പരിപാടി. ആക്റ്റീവായി ചാടി ചാടി നിന്നോളാം കേട്ടോ, ഓവറാക്ട് ആക്കരുത്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് വെറുതെ മൈസൂർ കാടുകളിലേക്ക് പോകാനാണ് പ്ലാന്. ഏത് കാട്ടിലെത്തോ ആ കാട്ടിൽ ഞങ്ങൾ നിർത്തും, അതാണ് പരിപാടി. കൊമ്പനെ കണ്ടാൻ നിർത്തും, അതാണ് പരിപാടി. അപ്പം ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്. ടൈം ഇപ്പൊ 3 മണിയായി. മുതലാളിനെ വെയിറ്റ് ചെയ്ത ടൈം. മുതലാളിനെ 12:30 വിളിച്ചതാ. ഓൻ എപ്പോഴാ വരണ അറിയാം? ഇപ്പൊ ടൈം 4 മണിയാവണേ. മീറ്റിംഗ് ആണ്, ടാക്സ് വെട്ടിക്കാനുണ്ട്, എന്തൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ ഏതായാലും പോവാണ്. ഞങ്ങൾ നല്ലൊരു പാലം പോലുള്ള സെറ്റപ്പ് ഇവിടെ കണ്ടപ്പോ ഇൻട്രോ പറയാൻ വേണ്ടി ഇവിടെ നിർത്തി ഇറങ്ങിയതാണ്. അപ്പൊ ഇനിയും സംസാരങ്ങൾ ഉണ്ടാവുക കാറിന്റെ ഉള്ളിൽ തന്നെയാണ്, ആസ് യൂഷ്വൽ അല്ലേ? പിന്നെ കാറിന്റെ ഉള്ളിലേക്ക് കയറല്ലേ? ഓക്കെ. പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല. ഇതാണ് സച്ചിന്റെ നാട് എന്ന് പറയുന്നത് അല്ലേ? നല്ല രസമാണ് അവിടെ. ഫുള്ള് റബ്ബർ തോട്ടം, കാട് സെറ്റപ്പാണ്. കാട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ പോവാ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാ, നല്ല രസാ. ജസീം പള്ളി കണ്ടപ്പോ ഓനെ എന്താണ് മൂത്രമൊഴിക്കാൻ പോണെന്ന് പറഞ്ഞു. പള്ളിയാണ് അപ്പൊ മൂത്രമൊഴിക്കാൻ പോയിക്കുന്നത്. അപ്പൊ അതുവരെ ഞങ്ങള് പോസ്റ്റാ. ജസീം ഫോണിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഔട്ടായി പോയിട്ട് പിണങ്ങിപ്പോയി. മസില് മാത്രമേ ഉള്ളൂ. പണ്ടേത്തെ ജിംനാസിയ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ സോപ്പിട്ട് പിന്നെ ഞാൻ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വെപ്പിച്ചതാ. അപ്പൊ ഇനി ആരും ഓനൊന്നും പറയരുത് കേട്ടോ, ഫ്രെയിം പോയിക്കുന്നൊക്കെ പറഞ്ഞ എല്ലാം ഓക്കെ. വയറില്ലാത്ത കൊണ്ട് കഴിച്ചില്ലായി, വയറ് ഉള്ളോട്ട് പിടിച്ചതാ. ശ്വാസോട് എന്നാ പിന്നെ നമ്മള് മേലോട്ട് കയറാം. സച്ചനാ കാണുന്നുണ്ട്. ജസീമുമായിട്ട് 10 റുപ്യന്റെ കരാറാട്ടോ. AC തണുക്കുക, അതുപോലെ തന്നെ ഗ്ലാസ് ക്ലിയർ ആവുക. ആത്മാർത്ഥ കാണണം. ചായ പരിപ്പുട, പൊറോട്ട ബീഫ് ഇന്നലെ പൊറോട്ടയും ബീഫും സെറ്റാ. ഞങ്ങളിപ്പോ വയനാട്ടില് ഒരു വാൽനട്ട് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അവിടെ വന്നു. ഇവിടെ നല്ല കിടിലം സാധനം കിട്ടും. നല്ല കപ്പ് കേക്കുകള്, അതുപോലെ കേക്കുകള്, പിന്നെ നല്ല അടിപൊളി കുക്കീസ്. അപ്പൊ അതൊക്കെ ഒന്ന് കഴിക്കാനുള്ള പരിപാടിയില്ല. ആശാൻ ഓൾറെഡി ഇവിടെ ഇരുന്നാണ്. എന്താ അവസ്ഥ? മഴയുടെ അയ്യരുകളി ഒരു ഫീലുണ്ട് ഇന്നലത്തെ കളി. കാരണം ഇന്നലെ മൊത്തം നമ്മൾ പുറത്തായിരുന്നു. ഇന്നിപ്പോ വണ്ടിക്കകത്ത് കയറിയിട്ടുള്ള മഴയും കൊണ്ട് പോകുന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടല്ലേ? അത് വർത്താനവും എന്തൊക്കെ ഓർഡർ ചെയ്തപ്പോ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ ഇത്? നമ്മളെ വയനാട്ടിലുള്ള മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് അത്. ഇവിടുന്ന് ട്രൈ അല്ലേ സാധനം? ഇതൊരു ട്രൈ ചെയ്തില്ല. അങ്ങനെ ബെസ്റ്റ് ആണ് ട്രൈ. ഈ ട്രൈ ചെയ്തല്ലേ? ബണ്ണും കുക്കീസ് ഒക്കെ നൈസ്, അടിപൊളിയാ. ബണ്ണ ഞാൻ ട്രൈ ചെയ്ത അടിപൊളി, സൂപ്പർ. ചായ ട്രൈ. ഇവിടുത്തെ ടീ ബാഗ് ആണെന്നാ പറഞ്ഞത്. ഒതന്റിക് ചായ ആവാൻ ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടാവേണ്ടിയില്ല. ഇതാണ് ബട്ടർ ബൺ അല്ല, മിൽക്ക് ബൺ എത്തി. ഇത് ഒരു ബ്ലൂബെറി കുക്കിയാണ്. ഇതിലൊരു മസാല കുക്കി ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് കുക്കിയും. ഈ ബട്ടർ ബൺ ഒന്ന് എടുത്ത് കഴിക്കേ. ചായ റെഡിയാ കഴിക്കാം, അതിന്റെ ടേസ്റ്റ് കഴിക്കും. ആണോ? ഓക്കെ, എന്നാ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചായ കുടിച്ചു തുടങ്ങി. ഇനി കുടിക്കേ. എന്താ ചായ? തുടങ്ങി. അവനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ബണ്ണ് ട്രൈ പൊട്ടിക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? അതിന്റെ ഒപ്പം ഒരു സിപ്പ് ചായ എടുത്ത് നോക്ക്. വെയിറ്റ് ചെയ്ത് നല്ലതല്ലേ? എന്റെ ചായ ഇവിടെ ഉണ്ട്, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ തുടങ്ങട്ടെ. ഒരു ലാസ്റ്റ് പീസ് കുക്കി ഉണ്ട്, ഇതാരും എടുക്കുക. എടുക്കോ? ബ്ലൂബെറി ഇഷ്ടമായി. എടുക്കോ? കൈകി. ഞാൻ എടുത്ത് കൈകി. സ്പെഷ്യൽ ആർക്കും വേണ്ട. അപ്പൊ ഇത് ഞാനേ എടുക്കാം. എന്റെ വീട്ടിലേക്ക് അതും ഈ ചായ കഴിച്ച് മൊത്തത്തിൽ നമ്മൾ വാങ്ങി ഷെയർ ചെയ്ത് കഴിച്ചല്ലോ, അത് തീരൂലല്ലോ സാധനം. അപ്പൊ എന്നാല് ചായ കുടിക്കല്ലേ? ഇറങ്ങിയാലോ? ഇറങ്ങല്ലേ? അടുത്ത സ്പോട്ട് ഇനി ഗൂഡല്ലൂർ പോയിട്ട് അവിടെ തൂങ്ങി വിടാം. എങ്ങനെ വണ്ടി കയറണി? ഓടിക്കോ? ഓടി കയറിയോ?
ഓടിക്കേറ്. സച്ചിനെ ഓടിക്ക. സച്ചിനെ ഓടിക്കേറിയോ. ലോക്കല്ല, കയറിക്കോ. അപ്പം ചായ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി പോവല്ലോ, ഇവിടെ അല്ലേ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ ഇനി കൂടുതലൂർ പോയിട്ട് ഉഴുന്നുവട കഴിക്കണോ അല്ല തമിഴ്നാട് പോയിട്ട് പരിപ്പട കഴിക്കണോ? തമിഴ്നാട് തമിഴ്നാട്ടിൽ പോയത്. അപ്പൊ ഓക്കെ, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. കോൾഡ് സോഡ വേണം, തണുത്ത സോഡ വേണം. എനിക്കൊരു കോൾഡ് സോഡ. അതുപോലെ ഞാൻ പോവല്ലേ സച്ചിനെ? ഓക്കെ. നേരെ മുന്നോട്ട് പോയാല് 2 റോഡാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ഒന്ന് ഊട്ടി, ഒന്ന് മൈസൂർ. ഏടിക്ക് തിരിക്കണം? ലെഫ്റ്റ് റൈറ്റ്. റൈറ്റ് പോയ ഊട്ടി, ലെഫ്റ്റ് പോയ മൈസൂര്. മാനന്തവാടി പോയി കുട്ട പോയി കയറി വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഊട്ടി. നല്ല തേയിലത്തോട്ടവും തണുപ്പും കാര്യം കൂടല്ലൂര്. കഴിയുമ്പോ രണ്ടോ നമുക്ക് ഊട്ടി പോകുന്നതാണ്. ടോസ് ഇട്ടാലോ? ടോസ് ഇടാൻ എന്താ ഉള്ളത്? ഓക്കെ, ഞാൻ ഇതിലൊന്ന് വിചാരിക്കാം. അത് വേണ്ട, അത് വേണ്ട. ഓക്കെ, തൊട്ടോ. ഇതിലേതെങ്കിലും തൊട്. സച്ചിൻ തോട് രാശി ഉണ്ടാവും കേട്ടോ. ഇത് വേണ്ട, ഇത് തന്നെ. ഊട്ടി. ഊട്ടിയാ? അപ്പൊ ഊട്ടി. ഊട്ടിയിലേക്ക് തിരിക്കല്ലോ എന്നാല്. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ചെറിയ ഒരു പണി കിട്ടി. വൈപ്പർ വർക്കാവില്ലേ എന്നൊരു ഡൗട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വൈപ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ താ കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് നന്മയുള്ള ലോകം പാട്ടിട്ടാലും നല്ല രസമുണ്ടാവും. സച്ചിൻ കൂടെ തന്നെ ഉണ്ട് കൊട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും വൈപ്പർ മാറ്റിയിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നിൽക്കാം. നമ്മൾ വൈപ്പറൊക്കെ മാറ്റി ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ മുന്നോട്ട് കാണാന്? വലിയ കുഴപ്പമില്ലാന്ന്. നേരത്തെ ഭയങ്കര ബ്ലറി ആയിട്ട് എന്തോ ഒരു കൊലയായി, ഒന്നും കാണാണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് റോഡൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ റോഡൊന്നും മുന്നോട്ട് കാണിക്കാൻ പറ്റാണ്ട് സൈഡിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വരണ വഴിക്ക് ഒരു തേയിലത്തോട്ടം കണ്ട് ഇറങ്ങിയതാ. ഫുള്ളൊരു തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഞങ്ങള് വണ്ടിയൊക്കെ നിർത്തിയിട്ട്. എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? ഒക്കെ ഉണ്ട്? രസല്ലേ? ഇരുട്ടായി അല്ല, നമുക്ക് സൺസെറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണായിരുന്നു. നൈസായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് സാധനം. പിന്നെ ഫുള്ള് തേയിലത്തോട്ടാണ്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് ജസീമിന് പള്ളി കയറേണ്ട ആവശ്യം വന്നത്. എണ്ണിക്കട്ടോ, ഇനി എത്ര എണ്ണം കയറും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞോ? ഇത് പോവില്ല. എന്നാല് ചെറിയൊരു പോസ്റ്റ് ഞങ്ങൾ അയൽ നേരത്തോണ്ട് കുറച്ച് നല്ല വിഷ്വൽ എടുത്തിട്ടുണ്ട്. അത് കയറ്റി കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇവര്. പിന്നെ പോലെ ഈ ഒരു സന്ധ്യാസമയം നല്ലതിന് പറയാ. നല്ല സന്ധ്യാസമയത്തുള്ള ഈ വിഷ്വല് പ്രത്യേക മൂടാല്ലേ? നല്ല രസം. പ്രത്യേകിച്ച് 2 സൈഡും തേയിലത്തോട്ടം എത്തിയില്ല, ഇപ്പൊ കാണിച്ചെടുക്കാം. ഇപ്പൊ എത്തി. 2 സൈഡും നല്ല തേയിലത്തോട്ടം. ഒരു ബ്ലൂയിഷ് കളറിലുള്ള ഒരു ടെമ്പറേച്ചർ അല്ലേ ഇപ്പൊ അവിടെ. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടിങ്ങനെ പോകാൻ വേണ്ടി. അതിലാണെങ്കിൽ നല്ല തണുപ്പും, നല്ല കിടലും തണുപ്പും. ഒരു ചായ കൂടിയൊക്കെ കുടിച്ചാലോ എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും കുടിക്കല്ലേ. തമിഴ്നാട്ടിൽ പോയി ഇവിടെ നമ്മളെപ്പോലെ വലിയ ഫുഡികൾ വേറെ ആരാണുള്ളത്? ഇപ്പൊ സത്യം പറഞ്ഞാൽ ചായ കുടിക്കാനല്ലോ നമ്മൾ കൂടുതലൂർക്ക് പോണേ. നല്ല കോട ഇറങ്ങി തുടങ്ങണ്ടല്ലേ? അപ്പൊ നമുക്ക് മുന്നിലേക്ക് കാണില്ലേ? നല്ല കിടിലം കോട വരുന്നുണ്ട്. ആ മോള് നോക്ക്, ആ പച്ച പുല്ലിന്റെ ഇടയിൽ വെള്ളം തോൽപ്പൂവ് കാണുന്നുണ്ടാണെങ്കിൽ നല്ല കിടിലം കോട അല്ലേ? കിട്ടലാൻ 6 മണിയായിട്ട് 7 മണിയായി. 7 മണിയായി അല്ലേ? 7 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ 7 മണി ആയത് ഇവിടെയൊക്കെ പെട്ടെന്ന് രാത്രിയാവില്ലേ? അതാണ് നല്ല കോട, നല്ല കിടിലം കോട, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങള് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ചായ, ഇനി നല്ല ചായ. നമ്മളൊരു ഫുഡുകൾ തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ച ചെക്ക് പോസ്റ്റ് നൽപാക്കുന്നു കേട്ടോ. പക്ഷെ അവരൊന്നും ചോദിക്കുകയൊന്നും ചെയ്തില്ല അല്ലേ? നേരെ തുറന്നു വിട്ടൊന്ന്. പക്ഷെ ഇത് ഫ്രണ്ട്ലി കോപ്സ്. ഇത് രാവിലെ ആണെങ്കിൽ ഉണ്ടല്ലോ ഏതൊക്കെ മൂഡ് പറയാം ഇവിടെ കാണാന്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ രാത്രി ആണെങ്കിൽ കുഴപ്പമില്ലല്ലേ? നല്ല രസമുണ്ട് വിഷ്വല് കാണാന്. இப்போ ஜஸ்ட் தமிழ்நாடு பார்டர் க்ராஸ் ஆயிருக்கு. இனிமேல் நம்ம தமிழ் தான் பேச போகுது. ஓகே தானே? சரி. ஓகே, இப்போ தமிழ் பேசுங்க. உங்களுக்கு என்ன ஃபீல் பண்ணுது இப்போ?
ரொம்ப அழகா இருக்கு. நீ ரொம்ப அழகா இருக்கு. டேய் முட்டாள், வயதாடா. ലൈറ്റ് ഇട്ട് പോലീസ് മാമ നമ്മളെ വെയിറ്റ് பண்ணிக்கிட்டே ഇരിക്കുന്നത്. ഞങ്ങളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് തമിഴൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. പെട്ടെന്ന് ഒരു പോലീസുകാരനെ കൈ കാണിച്ച്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ചെക്കിങ് എന്തോ ആണെന്നാ. പിന്നെ പോലീസുകാരൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്ത്, നിങ്ങൾ എങ്ങോട്ടാ പോണത്, എവിടെത്തു എന്നൊക്കെ ചോദിച്ചപ്പോ ആ ചെക്കിങ് എന്നെ കുടുങ്ങി. പിന്നെ പറഞ്ഞു ഞാനും കൂടി വരട്ടെ അപ്പുറത്തെ സ്ഥലത്തേക്ക്. അയാള് വണ്ടി കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയില്ലേ. അയാൾ കുറെ കഥകളൊക്കെ പറഞ്ഞ് ആണിറങ്ങണ കഥ, അതുപോലെ തന്നെ ഏതോ ഒരാളെ ഒന്നും ഞാൻ അവിടെ കുഴിച്ചിട്ട സ്ഥലമൊക്കെ കാണിച്ചെന്ന് ബേജാറാക്കി വിട്ടയാളാണ്. ഞങ്ങളങ്ങനെ ഗൂഡല്ലൂരിൻ്റെ കുറച്ച് മുന്നുള്ള സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്തി ഒരു അടിപൊളി ടീ സ്റ്റോൾ കണ്ട്. നല്ല മരം ഉണ്ട് മുകളിൽ. ഈ മരം കണ്ട് മൂടെ നിർത്തിയതാണ്. അവിടെ നല്ല ചായയും നൂഡിൽസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഓരോ ചായയും നൂഡിൽസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച്. അച്ഛനാ എന്താ ഇവിടെ എന്തൊരു സാധനം കിട്ടുമെന്ന് പറഞ്ഞേ? എന്നിട്ട് പപ്പടയുടെ കാണുന്നില്ല, എന്താ കാണാതെ? ഇതാ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ സിമ പറഞ്ഞോ? நல்லா இருக்கு, நல்லா இருக்கா? எல்லாரும் வாங்க. ஜெசியும் சொல்லுது தமிழ் தான் பேசணும். அப்போ பேசுங்க. உனக்கு என்ன தேவை இருக்கு இப்போ சாப்பிடுறதுக்கு? கூட சேர்ந்து நூடுல்ஸ் போதுமா? இன்னும் ஏதாவது வேணுமா? இன்னும் ஏதாவது வேணுமா? நூடுல்ஸ் பக்கம் அது போதுமா? இங்கே ஒரு ஐட்டம் இருக்குது பாரு. இது ரொம்ப நாள் முன்னாடி இருக்குது அந்த பார்லேஜி பிஸ்கட் இல்லையா, இது கொஞ்சம் ட்ரை பண்ணுமா? ட்ரை பண்ணி பார்க்கலன்னா பார்க்கலாம். இன்னும் பாக்கி இருந்தால் அது கடையில் வச்சு ஓகே டன். அது போதும், அது சூப்பர் ஐடியா தான். இங்கே ஐஸ்கிரீம்ஸ் எல்லாம் இருக்குது. இவன் நம்ம ஃபோனில் பார்த்துக்கிட்டு இருக்கு. இவன் ஷூவில் நம்ம பார்த்துக்கிட்டு இருக்கு. என்னாச்சு? அட்டையானோ பேடி. தமிழ் பேசுதா? தமிழ்ல அட்டைக்கு என்ன வந்து சொல்லுவேன் தெரியல அண்ணா. சூடு சோற குடிக்க வட்டா. அது சூப்பராக இருக்கு. அது இன்னும் கொஞ்சம் ஓகே இருக்கு. நல்ல சாய் ஆണോ? டேஸ்டி சாய் டேஸ்டி? ரொம்ப டேஸ்ட் இருக்கா? சாப்பிட்டு பாரு. എക്സ്പ്രഷൻ എല്ലാം വരുന്നത്. സച്ചിൻ എങ്ങനെയുണ്ട്? ரொம்ப பிரமாதமான டீயானு. டீ நான் கொஞ்சம் ட்ரை பண்ணி பார்க்கட்டும். സൂപ്പർ സൂപ്പർ, നല്ലതാ. ഞങ്ങള് സത്യം പറഞ്ഞാല് അവിടുന്ന് ചായ കുടിച്ച് പിന്നെ തിരിച്ച് വണ്ടി കയറി പിന്നെ തിരിച്ചിറങ്ങാൻ തന്നെ വിചാരിച്ച്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ കഥ പറഞ്ഞ് പണ്ടത്തെ കുറെ കഥകളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചുരം ഇറങ്ങി കഴിഞ്ഞ് ഫുഡ് കഴിക്കല് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ തിരിച്ച് വീട്ടിലെത്താൻ നേരത്താണ് ഇപ്പൊ ഓർമ്മ വന്നത്. വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല, ബാക്കിയുള്ള എടുത്തില്ല, ഒന്നും എടുത്തില്ല. പിന്നെ ഒന്നും വിചാരിച്ചില്ല. പിന്നെ വേഗം പരിപാടി വേഗം തീർക്കാൻ വിചാരിച്ചു. ഇപ്പൊ ഓർമ്മ പറയാനല്ലോ അല്ലേ സിമ? എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ടായും? വെറുതെ റോഡ് ട്രിപ്പ് പോയത് അടിപൊളി, നൈസ് അല്ലേ? വെറുതെ റൈഡ് ഒറ്റ സ്ട്രെച്ചില് ഒന്ന് വയനാട് പോയി കയറി നാടുകാണി പോയി ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താളെ അതിനെ വെറുതെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. സച്ചിൻ എന്നാ വൈൻഡപ്പ് ചെയ്തോ? അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 89 വരുന്ന സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഉച്ചവണ്ടുകൾ വീണ്ടും കാണാമെന്ന മോഹത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുട്ടിയോ?